إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. ഖദാ ഖദറിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിച്ച് നിർത്തിയത് അള്ളാഹുവിൻ്റെ തഖ്ദീർ, അതിന് ഒരുപാട് തട്ടുകളുണ്ട്, മറാത്തിബുകളുണ്ട്. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ജുംലതൻ വ തഫ്സീലൻ, മൊത്തത്തിലും അതുപോലെ തന്നെ വിശദമായിട്ടും ആദിയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ തഖ്ദീറിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് തന്നെ ഒരു വിധിയാണ്. എല്ലാം അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടി മാത്രമാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബത്ത് എന്നുള്ളത് എല്ലാം അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അള്ളാഹുവിൻ്റെ തഖ്ദീറിലെ രണ്ടാമത്തെ മർത്തബ എന്ന് പറയുന്നത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് ആ വിഷയത്തെ അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, നമ്മുടെ ഗ്രന്ഥത്തിൽ നാം ഒന്നിനെയും എന്ത് ചെയ്തിട്ടില്ല, വിട്ടുകളഞ്ഞിട്ടില്ല. അതിൽ ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല, അബദ്ധം സംഭവിച്ചിട്ടില്ല. സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ, പിന്നീട് എല്ലാം അള്ളാഹുവിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാ സൃഷ്ടികളും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞു, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ്, ആകാശഭൂമികളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ ആദിയിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്തോ ഒരു കാര്യവും സംഭവിക്കുന്നത്. ഇന്ന ദാലിക ഫീ കിതാബ്, അവയെല്ലാം അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതെല്ലാം അള്ളാഹുവെ സംബന്ധിച്ച് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ قال سمعت رسول الله صلى الله عليه وسلم يقول كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض ب50,000 سنة. മുഴുവൻ സൃഷ്ടികളുടെയും വിധികൾ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെയും 50,000 വർഷങ്ങൾക്ക് മുമ്പ്. ഖാല വകാന അർശുഹു അലൽ മാ, ആ സന്ദർഭത്തിൽ അർശ്, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മീതെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അർശ് കിടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കാണുന്ന ഒന്നാമത്തെ ആകാശം, അതിന്റെ മേലെ പിന്നീട് 6 ആകാശങ്ങൾ എന്തുണ്ട്, അതിന്റെ മീതെയുണ്ട്. പിന്നെ അതിന്റെ മീതെ എന്താ ഉള്ളത്? വെള്ളമുള്ളത്. പിന്നീട് അള്ളാഹുവിന്റെ അർശാണ് അതിന്റെ മീതെയുള്ളത്. നമ്മൾ
പറഞ്ഞിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മുള്ള ഈ ഹദീസ് വിവരിച്ചുകൊണ്ട്, ഇതിന് സമാനമായിട്ടുള്ള ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ്? അർശിനെയാണ് എന്നുള്ളത്. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ മാ മിൻ നഫ്സിൻ മൻഫൂസ, നിങ്ങളിൽ ഏതൊരാളും, നിങ്ങളിൽ ഏതൊരു മനുഷ്യനും, ഏതൊരു നഫ്സും, ഇല്ലാ വകതബല്ലാഹു മകാനഹ മിനൽ ജന്നതി വന്നാർ, ഏതൊരു മനുഷ്യന്റെയും നരകത്തിലും അതുപോലെ സ്വർഗത്തിലും അവന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത്, നരകത്തിലാണോ അല്ല സ്വർഗത്തിലാണോ, ഇനി അവിടെ ഉള്ള സ്ഥാനം എവിടെയാണെന്ന് നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇല്ലാ വഖദ് കുതിബത് ഷഖിയുഹു ഇല്ലാ വഖദ് കുതിബത് ഷഖിയത്തുൻ ഔ സഈദൻ, അവയെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ ആത്മാവ് ദൗർഭാഗ്യവാനായിട്ടുള്ള ആത്മാവാണോ അല്ല സൗഭാഗ്യവതിയായിട്ടുള്ള ആത്മാവാണോ എന്നുള്ളത് നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനിയും ആ ഹദീസിന് വിശദീകരണമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മുഴുവൻ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് തെളിവുകളാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മുള്ള ശിഫാഉൽ ആലിയില് ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അഷറാത്ത് അൽ അദില്ല, എത്രയോ ഒരു 10-30 ആയത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ തഫ്സീറുകളിലേക്ക് കടക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും തന്നെ നമുക്ക് പറയാനുള്ള ഇവിടെ സമയം തന്നെ ഇല്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധികൾ രേഖപ്പെടുത്തിയത് 5 തരത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയത്, അതാണ് അത്തഖ്ദീറുൽ അവ്വൽ. അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പ്രപഞ്ചത്തിൽ ഇനി നടക്കാനിരിക്കുന്ന ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ ആയത്തുകളും ഹദീസുകളൊക്കെ അറിയിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫഅത്തിൽ അഖ്ലാമു വജഫ്ഫത്തിസ് സുഹുഫ്, പേനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അത് എഴുതപ്പെട്ടിട്ടുള്ള ഏടുകൾ ഉണങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അല്ലേ? മഖാദിറുകൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പ്രപഞ്ചത്തിൽ ഇനി നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരുടെ മഖാദിറുകൾ മുഴുവൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സമയത്ത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെടുകയാണ്, വഇദ അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല എന്ന് പറയുന്ന സൂറത്തുൽ ആറാഫിൽ ആയത്ത്. നിന്റെ റബ്ബ് ആദമിന്റെ മുതുകിൽ നിന്ന് അവന്റെ ശേഷം വരുന്ന മുഴുവൻ പരമ്പരയെയും മക്കളെയും ഒരുമിച്ച് ചേർത്ത ആ സന്ദർഭത്തെ സംബന്ധിച്ച് നീ ഓർക്കുക. അവരുടെ മേൽ അള്ളാഹു എന്ത് ചെയ്തു? അവരെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചു. എന്താണ്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ്.
അപ്പോൾ അവർ മുഴുവൻ അംഗീകരിച്ചാണ് ബല, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്നുള്ളത്. ഈ ഹദീസിനെ കുറിച്ച് അതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടൊരു ഹദീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നല്ലാഹ ഖലഖ ആദമ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. സുമ്മ മസഹ വഹറഹു ബിയമീനിഹി, അല്ലാഹുവിന്റെ വലത് കൈകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മുതുക് എന്ത് ചെയ്തു? തടവി എന്നാണ്. അള്ളാഹുവിന്റെ ഇരു കരങ്ങളും എന്താണ്? വലത് കൈകളാണ്. ഫസ്തഖ്റജ മിൻഹു ദുർരിയതഹു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഴുവൻ മക്കളെയും അവിടെ പുറത്തെടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരുമിച്ച് ചേർത്തു. ഖാല ഖലഖ്തു ഹൗലാഇ ലിന്നാർ വയഅമലു അഹ്ലിന്നാർ യഅമലൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തെ ആളുകളെ അതിലൊരു വിഭാഗത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവരെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? നരകത്തിന് വേണ്ടിയാണ്. അവർ നരകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോ സഹാബത്ത് ചോദിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഫഫീമൽ അമൽ, പിന്നെ നമ്മൾ എന്തിനാണ് അമൽ ചെയ്യണത്? ഒരു വിഭാഗത്തെ സൃഷ്ടികളിൽ മുഴുവൻ മനുഷ്യരെയും രണ്ടായി തരംതിരിച്ചുകൊണ്ട് ഒരു വിഭാഗം മുഴുവൻ എന്താണ്? നരകത്തിന്റെ അവകാശികൾ, ഒരു വിഭാഗം സ്വർഗത്തിന്റെ അവകാശികൾ. ഇങ്ങനെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അമൽ ചെയ്യുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി മറുപടി പറയുന്നത്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ ഖലഖൽ അബ്ദ ലിൽ ജന്നതി ഇസ്തഅമലഹു ബിഅമലി അഹ്ലിൽ ജന്ന. സ്വർഗത്തിനു വേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു അതിന്റെ അമലും അവർക്ക് നൽകുകയും ചെയ്യുമെന്നാണ്. ഹത്താ യമൂത അലാ അമലി മിൻ അമാലി അഹ്ലിൽ ജന്ന, എന്നിട്ട് സ്വർഗാവകാശികളുടെ അമലിൽ അവർ മരിക്കുകയും ചെയ്യും. നേരെ തിരിച്ച് നരകാവകാശികളുടെ കാര്യമെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ തഖ്ദീർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് ഉടമ്പടി സ്വീകരിച്ചു അല്ലേ? ആ തഖ്ദീർ എന്ന് പറയുന്നത് രണ്ടാമത്തെ തഖ്ദീറാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് അത്തഖ്ദീറുൽ ഉംരി. ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നതിന്റെ അവന്റെ ഗർഭാശയത്തിൽ ഉമ്മന്റെ ഗർഭാശയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അവന്റെ കാര്യം മലക്ക് രേഖപ്പെടുത്തി വെക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഖാല ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു തന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ്, സത്യപ്പെടുത്തപ്പെടുന്നവനാണ്. ഇന്ന അഹദക്കും യുജ്മഅ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. നിങ്ങൾ ഓരോരുത്തരും 40 ദിവസമാണ് എന്ത് ചെയ്യുന്നത്? അവന്റെ ഉമ്മാന്റെ അവർ ഓരോരുത്തരുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ എന്ത് ചെയ്യുന്നത്? 40 ദിവസം എന്തായിരിക്കും? നുത്ഫത്തായിട്ടുണ്ടാകും. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്. നുത്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്നതാണ്. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്. പിന്നെ അത്ര തന്നെ ദിവസത്തിൽ എന്തായിരിക്കും? അലഖത്തായിരിക്കും. നമുക്കറിയാവുന്നതാണ്. സുമ്മ യകൂനു മുദ്ഗതൻ കദാലിക് മിസ്ല ദാലിക്. അത്രയും ദിവസം 40 ദിവസം മുദ്ഗത്തായിരിക്കും അല്ലെ? എന്താണ്? ഒരു മാംസപിണ്ഡമായിരിക്കും. സുമ്മ യബ്അസുല്ലാഹു ഇലൈഹി മലക്കൻ ബിഅർബഅ കലിമാത്. 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പിന്നീട് മലക്കിനെ നിശ്ചയിക്കുമെന്നാണ്. എന്താണ്? ബികത്ബി റിസ്ഖിഹി വഅജ്ലിഹി വഅമലിഹി വശഖിയ്യിൻ ഔ സഈദ്. ആ വ്യക്തിയുടെ റിസ്ഖ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ആയുസ്സും അതുപോലെ തന്നെ ഷഖീയാണോ സഈദാണോ ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ അതുപോലെ തന്നെ അവന്റെ അമൽ എന്താണെന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടി. ഈ ഹദീസിന് ഇനിയും ബാക്കിയുണ്ട്, നമുക്കത് പിന്നീട് വിശദീകരിക്കാം. പിന്നീട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്തഖ്ദീറുൽ ഹൗലി. ഓരോ വർഷവും ആ വർഷത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, വരാനുള്ള വർഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്
ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് സൂറത്തു അൽ ഖദ്ർ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഖാനിൽ പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ ദിവസത്തിൽ ആ വരാനുള്ള വർഷം സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വേർതിരിച്ച് രേഖപ്പെടുത്തപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വർഷത്തിൽ വരാനിരിക്കുന്ന ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർക്ക് എന്താണോ മസായിബുകളാണോ, അതല്ലെങ്കിൽ സആദത്താണോ, മരണവും ജീവിതവും, എല്ലാ കാര്യങ്ങളും ആ വരാനിരിക്കുന്ന വർഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലൈലത്തുൽ ഖദറിന്റെ ദിവസം രേഖപ്പെടുത്തപ്പെടാം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് തന്നെ പേര് വരികയും ചെയ്തത്. നാലാമതായിട്ട് അത്തഖ്ദീറുൽ യൗമി, ഓരോ ദിവസവും ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ആ ദിവസത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു യൗമിൻ ഹുവ ഫീ ശഅൻ, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എല്ലാ ദിവസത്തിലും അവൻ എന്തിലാണ്? അവൻ തഖ്ദീറിലാണ്, അവൻ വിധിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ആയത്തിനെ വിശദീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ശഅനിഹി അൻ യഗ്ഫിറ ദംബൻ. ആ ദിവസത്തിൽ ചില ആളുകളുടെ തിന്മകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. വ യുഫർരിജ കർബൻ, ചില ആളുകളുടെ അവരുടെ മസായിബുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുന്നു. വയർഫഅ ഖൗമൻ വ യഖ്ഫദ ആഖരീൻ, ചില ആളുകൾ അല്ലാഹു ഉയർത്തുന്നു, ചില ആളുകളെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് അപ്പോൾ ഇതാണ് കിതാബത്ത് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള കിതാബത്തുകളാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് പറയാവുന്നതാണ്. ശരി, അടുത്തതായിട്ട് മശീഅത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിയിൽ എല്ലാത്തിനെ സംബന്ധിച്ചും വിശദമായി അറിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ രഹസ്യങ്ങളെ സംബന്ധിച്ചും പരസ്യങ്ങളെ സംബന്ധിച്ചും എല്ലാം വിശദമായി അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദും മറ്റ് തഖ്ദീറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പിന്നീട് ആ കാര്യങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു? അല്ലാഹു സൃഷ്ടിക്കുന്നു. അപ്പോ അല്ലാഹുവിന്റെ മശീഅത്ത്, അല്ലാഹുവിന്റെ ഉദ്ദേശം, പിന്നീട് അല്ലാഹുവിന്റെ എന്താണ്? സൃഷ്ടിപ്പ്. ഇതാണ് മൂന്നാമത്തതും നാലാമത്തതുമായ തഖ്ദീറിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇറാദത്ത് എന്ന് പറയുന്നത് നാഫിദത്താണ്. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാകുന്നതാണ്. ലേ ഫമാ ശാഅ കാന വമാ ലം യശാ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കും, അല്ലാഹു ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. ഇനി അത് ഏത് ചെറിയ കാര്യങ്ങൾ പോലും അല്ലാഹുവിന്റെ ഉദ്ദേശത്തോടു ഇറാദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഭവിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാദിഹിൽ മർതബ ഖദ് ദല്ല അലൈഹ ഇജ്മാഉർ റുസുൽ മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം. ഈ ഒരു മർതബ, അല്ലാഹുവിന്റെ തഖ്ദീർ 4 മർതബയിലാണുള്ളത്. ഈ ഒരു മർതബ, ഈ ഒരു ഘട്ടം എന്ന് പറയുന്നതിൽ അത് മുഴുവൻ മുർസലീങ്ങളും ഏകോപിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റസൂൽ മുതൽ അവസാനത്തെ റസൂൽ വരെ ഏകോപിച്ച കാര്യമാണത്. വജമീഉൽ കുതുബ് അൽ മുനസ്സല മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയ മുഴുവൻ ഗ്രന്ഥങ്ങളും ഈ ഒരു മർതബയെ എന്ത് ചെയ്യുന്നു? സ്ഥിരീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുന്നു അല്ലെ? സൃഷ്ടികളിൽ പ്രത്യേകമായത് അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലാഹുവിന്റെ മശീഅത്തിന്റെയും ഇറാദത്തിന്റെയും അടിസ്ഥാനത്തിലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ്. റബ്ബുൽ ആലമീൻ. വലാ തഖൂലു ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. ഒരു കാര്യവും ഞാൻ നാളെ അത് പ്രവർത്തിക്കുമെന്ന് പറയരുത്, ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ എന്ന്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാനത് നാളെ പ്രവർത്തിക്കുമെന്ന് മാത്രമേ പറയാവുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത്. ഹദീസുകളിൽ ഈ ഒരു മർത്തബയെ അറിയിക്കുന്ന ധാരാളം ഹദീസ് വന്നു. ഇന്ന ഖുലൂബ ബനി ആദം കുല്ലുഹാ ബൈന ഇസ്ബഅൈനി മിൻ അസാബി അർ-റഹ്മാൻ കഖൽബിൻ വാഹിദ് യുസറിഫുഹു ഹൈസു യശാ. മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. ഒരൊറ്റ ഹൃദയം പോലെ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവൻ അതിനെ എന്ത് ചെയ്യുന്നു, തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം ഹദീസുകൾ ഈ മർത്തബയെ എന്ത് ചെയ്യുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഉദ്ദേശം 2 തരത്തിലാണുള്ളത്. ഇറാദ കൗനിയ വ ഇറാദ ശർഇയ്യ എന്ന്. അള്ളാഹുവിന്റെ ഉദ്ദേശം 2 തരത്തിലായിട്ട് ഖുർആനിലും ഹദീസിലും വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിട്ട് ഇറാദ കൗനിയ ഖദരിയ, പ്രാപഞ്ചികമായ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ വിധികൾ. രണ്ടാമതായിട്ട് ഇറാദ ശർഇയ്യ ദീനിയ, മതപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ, വിധികൾ. അത് തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട് അല്ലേ? പ്രാപഞ്ചികമായ വിധികൾ എന്ന് പറയുന്നത് മഴ വർഷിപ്പിക്കുക, മരിപ്പിക്കുക, ജീവിപ്പിക്കുക, പ്രതാപം നൽകുക, നിന്ദ്യത നൽകുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, പ്രാപഞ്ചികമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ്, വിധികളാണ്. മതപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു ഒരുപാട് നിയമങ്ങൾ, മതപരമായ നിയമങ്ങൾ നിശ്ചയിച്ച എന്തിനാണ്? അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നിങ്ങൾക്ക് തൗബ നൽകാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടല്ലേ? പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതുണ്ട്, ഇഷ്ടപ്പെടാത്തതുണ്ട് അല്ലേ? ഹദീസുൽ വലി, വലിന്റെ ഹദീസ് അറിയപ്പെട്ട ഹദീസാണ്. ആ ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് ചെയ്യുന്നത്, വമാ തറദ്ദതു മിൻ ഷൈഇൻ തറദ്ദുദി മിൻ ഖബ്ദി റൂഹി അബ്ദി. എൻ്റെ ഒരു അബ്ദിന്റെ റൂഹ് പിടിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം എന്ത് ചെയ്യുന്നുണ്ട്, തറദ്ദുദിലാണ്. വേണോ വേണ്ടേ എന്നുള്ള ഒരു എന്തിലാണുള്ളത്, സംശയം എന്നുള്ളതിന് പറയുക. തറദ്ദുദിന്റെ മലയാളം എനിക്ക് കൃത്യമായി കിട്ടുന്നില്ല. തറദ്ദുദ്, വേണോ വേണ്ടേ എന്നുള്ള ഒരു അവസ്ഥക്കാണ് തറദ്ദുദ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ വിധിയാണെന്ത്, ഒരു മോമിന്റെ റൂഹ് ആ അവധി എത്തിയാൽ പിടിക്കുക എന്നുള്ളത്. പക്ഷെ ആ അടിമ എന്ത് ചെയ്യുന്നുണ്ട്, യക്റഹുൽ മൗത്ത്, മരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മരണത്തെ വെറുക്കുന്നുണ്ട് അല്ലേ? മരണത്തെ വെറുക്കുന്നുണ്ട്. അവനെ വെറുപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ റൂഹ് പിടിക്കാന്നുള്ളത്. റൂഹ് പിടിക്കൽ അള്ളാഹുവിന്റെ ഖദാ കൗനിയാണ്. എന്നാൽ അവനെ വെറുപ്പിക്കുന്ന എന്തല്ല, അള്ളാഹുവിന് ഇഷ്ടവുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ വിധി നടപ്പിലായേ പറ്റുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധികൾ, ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്നതുണ്ട്, ഇഷ്ടപ്പെടുന്നതുണ്ട്, ഇഷ്ടപ്പെടാത്തതുണ്ട്. എന്നാൽ ശർഇയായ വിധികൾ മുഴുവൻ
നമ്മൾ നമസ്കരിക്കുന്നത്, വിശ്വസിക്കുന്നത്, നമ്മളെല്ലാ ശർഈയായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് അല്ലേ? നമ്മുടെ എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു എന്ത് ചെയ്യുന്നതാണ്? മതപരമായി എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. പ്രാപഞ്ചികമായ വിധിയിൽപ്പെട്ടതാണെന്ത്? തിന്മ നടക്കുക എന്നുള്ളത്. തിന്മ എന്താണ്? അള്ളാഹു വിധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തിന്മകൾ ചെയ്തിട്ടുണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പ്രാപഞ്ചികമായ വിധികളാണ്. ഇബ്ലീസിനെ സൃഷ്ടിച്ചു അല്ലേ? അത് എന്താണ്? പ്രാപഞ്ചികമായ വിധിയാണ്. പക്ഷെ അള്ളാഹു അത് എന്താണ്? ആ വിധിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പ്രാപഞ്ചികമായ വിധി എന്താണ്? അത് ബാധകമല്ല. എന്നാൽ ശർഈയായ വിധി എന്ന് പറയുന്നത് മുഴുവൻ അള്ളാഹു എന്താണ്? ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പ്രാപഞ്ചികമായ വിധികളിൽ പലതും ആ വിധിക്കപ്പെട്ട കാര്യമായിരിക്കൂല ലക്ഷ്യം, മറ്റൊരു കാര്യമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? പലപ്പോഴും ലക്ഷ്യം ഉണ്ടാവുക അധിക കാര്യങ്ങളിലും. എന്നാൽ ശർഈയായ വിധികൾ എന്താണ്? ആ വിധിക്കപ്പെട്ട കാര്യം തന്നെയായിരിക്കും എന്തുണ്ടാവുന്നത്? ലക്ഷ്യം ഉണ്ടാവുന്നത്. അള്ളാഹു തിന്മയെ പടച്ചത്, അത് തഖ്ദീർ ചെയ്തിട്ടുള്ളത്, തിന്മ പ്രവർത്തിക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. പക്ഷെ അള്ളാഹു ആണ് എന്ത് ചെയ്തത്? തീർച്ചയായിട്ടും അത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതെന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ആ തിന്മക്ക് വേണ്ടിയല്ല, മറിച്ച് എന്താണ്? അതിൽ നിന്ന് അവർ തൗബ ചെയ്യുന്നതിന്, അതിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സന്തോഷിക്കാൻ വേണ്ടിയാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല ധാരാളം ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാര്യത്തിനുണ്ട്. ഇബ്ലീസിനായിട്ട് സൃഷ്ടിച്ച എന്തിനാണ്? ജനങ്ങളെ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ്, ആ ഇബ്ലീസിന് വേണ്ടിയല്ല. അപ്പൊ ശർഈയായ വിധികളാണെങ്കിൽ ആ ദാത്ത് തന്നെയായിരിക്കും അവിടെ മഖ്സൂദായിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇറാദ ശർഈയ, ഇറാദ കൗനിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. ശരി, അടുത്തതായിട്ട് മനുഷ്യന് സ്വന്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പും ഇഖ്തിയാറും ഖസ്ബും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മുസ്ലിമീങ്ങളുള്ള വിവിധങ്ങളായ കക്ഷികളുടെ കാര്യത്തിൽ വ്യക്തമായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഖ്തിയാർ നൽകപ്പെട്ടിട്ടുണ്ട് ഒരു പ്രത്യേക വിഷയങ്ങളിൽ അല്ലേ? മതപരമായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖ്തിയാർ നൽകപ്പെട്ടിട്ടുണ്ട്. വഹദൈനാഹു നജ്ദൈൻ, രണ്ട് പാതകൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിലേക്കുള്ള ഹിദായത്ത് നാം കൊടുത്തിട്ടുണ്ട്, ഇർഷാദ് കൊടുത്തിട്ടുണ്ട്. അവൻ രണ്ടും തെരഞ്ഞെടുക്കാം, രണ്ടിലേതും എങ്കിലും തെരഞ്ഞെടുക്കാം. ഇഖ്തിയാർ അവന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ കളവാക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മനുഷ്യന്മാർക്ക് എന്തുണ്ട്? ഉദ്ദേശമുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഉള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. ധാരാളം ഹദീസുകളും ആയത്തുകളും അതിനെന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. ലഹാ മാ കസബത്ത്, അത് അവൻ നേടിയത്, തെരഞ്ഞെടുത്ത് അവൻ നേടിയതിന് അവൻ അനുകൂലമായിട്ടുണ്ടാകും, പ്രതികൂലമായിട്ടും ഉണ്ടാകും അല്ലേ? അപ്പോ നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, തിന്മകൾ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കത് തിരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനും ഒക്കെയുള്ള എന്തുണ്ട്? സ്വാതന്ത്ര്യം ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഇറാദ കൗനിയ, ഇറാദ ശർഈയ എന്നുള്ള രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതുപോലെ ജിന്നിനും എന്ത് ചെയ്തിട്ടുണ്ട്? മതപരമായ കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. ഇത് നിഷേധിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വലിയ അപകടങ്ങളിൽ ചെന്നുപെട്ടിട്ടുള്ളത്. അവരെന്ത് ചെയ്യുന്നതാണ്? ഉദാഹരണമായി സൂഫികള്, അതുപോലെ അശാരികള്, ജഹ്മികള്, ഇവരെല്ലാം പറയുന്നത് മനുഷ്യന്മാർക്ക് എന്തില്ല? ഇഖ്തിയാറില്ല. നമ്മളൊന്നും പ്രവർത്തിക്കുന്നില്ല, അള്ളാഹു ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു മെഷീന് പോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പുറകിൽ ഒരാൾ റിമോട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ചലിപ്പിക്കുന്ന പോലെ നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകൾ എന്താണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, അള്ളാഹു അത് എന്ത് ചെയ്യാണ്, ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വാദിക്കുന്നത്. ഈ വാദം എന്ന് പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, വലൈസ ലിഅഹദിൻ യഹ്തജ്ജ ബിൽ ഖദർ. ഖദറിൽ ആർക്കും തെളിവ് പിടിക്കാനുള്ള അവകാശമില്ല. ഉദാഹരണമായിട്ട് ഈ ജഹ്മികൾ ചെയ്യുന്നത് പോലെ അവർ തിന്മകൾ ചെയ്ത അവർ പറയാ, അള്ളാഹു ഞങ്ങൾക്ക് എന്താണ്, അള്ളാഹു വിധിച്ചതാണ് തിന്മ ചെയ്യാൻ, ഇനി ഒന്നും എന്താണ് നന്മ അവിടെ നന്മ സംഭവിക്കുകയില്ല, തിന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ആണ് ചെയ്തത്, എന്നെ നീ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. വലൈസ ലിഅഹദിൻ യഹ്തജ്ജ ബിൽ ഖദർ അലാ ദം. തിന്മയുടെ കാര്യത്തിൽ ഖദർ കൊണ്ട് എന്ത് ചെയ്യാനില്ല, ന്യായീകരിക്കാനോ തെളിവാക്കാനോ പറ്റില്ല. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ആ കാര്യത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. വശായിറു അഹ്ലിൽ മിലൽ, മുഴുവൻ എന്താണ് അമ്പിയാക്കൾ പഠിപ്പിച്ച ശരീഅത്തിലും ഖദർ കൊണ്ട് ഇഹ്തിജാജ് എന്താണ് തിന്മയുടെ കാര്യത്തിൽ, മആയിബുകളുടെ ന്യൂനതയുടെ കാര്യത്തിൽ തെളിവാക്കാൻ പാടുള്ളതല്ല. വശായിറുൽ ഉഖല, ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. വലൗ കാന ഹാദാ മഖ്ബൂലൻ ലഅംകന ലികുല്ലി അഹദിൻ അൻ യഫ്അല മാ യഖ്തുറു ലഹു മിൻ ഖത്ലി നുഫൂസ്. ഇത് പറ്റുമെങ്കിൽ മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യവും ചെയ്യാം. ഉദാഹരണമായിട്ട് ഒരാളെ കൊന്നിട്ട് പറയാണ്, ഇത് ഞാൻ ചെയ്തതല്ല, അള്ളാഹു ചെയ്തതാണ്, എന്നെ ആക്ഷേപിക്കാൻ പറ്റൂല, കാരണം അള്ളാഹു എന്ത് ചെയ്തതാണ്, വിധിച്ചതാണ്, അവിടെ കൊലപാതകമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്ന് തിന്മയുടെ കാര്യത്തിൽ, ന്യൂനതയുടെ കാര്യത്തിൽ ഖദർ കൊണ്ട് ന്യായീകരണം പറയാൻ പാടുള്ളതല്ല. അല്ലേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ എല്ലാ ഫസാദിനും തെളിവായി തീർന്നു. ഇബ്ലീസിന് തെളിവല്ലേ, ഞാൻ ചെയ്തത് മൊത്തം എന്താണ്, അള്ളാഹ് എനിക്ക് വിധിച്ചതാണ്. വയഹ്തജു ബിൽ ഖദർ വനഫ്സുൽ മുഹ്തജ് ബിൽ ഖദർ ഇദാ അതുദിയ അലൈഹി. ഈ ഖദർ കൊണ്ട് തെളിവാക്കുന്ന അയാൾ ഒരാൾ അടിക്കുകയാണ്, എന്നിട്ട് പറയാണെന്ത്, അള്ളാഹ് വിധിച്ചതെന്ന് പറയണ, അയാൾ അംഗീകരിക്കോ? ഒരിക്കലുമില്ല, അയാൾ അംഗീകരിക്കൂല. ലം യഖ്ബൽ മിൻഹു ബൽ യതനാഖദു, അവിടെ അയാൾ വൈരുദ്ധ്യത്തിലാകുന്നത് കാണാൻ കഴിയും. വതനാഖുദുൽ ഖൗൽ യദുല്ലു അലാ ഫസാദിഹി, വൈരുദ്ധ്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, തന്റെ വാദം ബാത്തിലായിട്ടുള്ള ഫാസിദായിട്ടുള്ള വാദമായതുകൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരിക്കലും തിന്മയുടെ കാര്യത്തിൽ ഖദർ കൊണ്ട്, വിധി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യായീകരണം പറയാൻ പറ്റൂല. അള്ളാഹ് വിധിച്ചുകൊണ്ടാണ് ഞാനത് തിന്മ ചെയ്തതെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്, ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, മക്കയിലെ മുശ്രിക്കുകളാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് എന്താണ്, സയഖൂലുൽ ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ. അവർ പറയും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ശിർക്ക് ചെയ്യണ്ട എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. ഞങ്ങൾ ഇപ്പൊ ശിർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ്, അള്ളാഹു വിധിച്ചത് കൊണ്ടാണ്. വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ഷൈ കദാലിക കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ദാഖൂ ബഅസനാ. ഈ ആയത്തിനെയും വിശദീകരിച്ചു വേണം. അപ്പോ മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകളാണ് ഖദർ കൊണ്ട് തെളിവ് പിടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, കദാലിക കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള ആളുകളും ഇതേപോലെയാണ് കളവാക്കിയിട്ടുള്ളത്. ശരീഅത്ത് തട്ടിക്കളഞ്ഞ എന്തുകൊണ്ടാണ്, ഖദർ കൊണ്ട് ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതൻ ബഅദ റുസുൽ. അല്ലാഹു മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുള്ള എന്താണ്, താക്കീതുകാരായിട്ടും സുവിശേഷകന്മാരായിട്ടും എന്താണ്, ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരെ തെളിവുണ്ടാകാതിരിക്കാണ്. എന്താണ്, മുർസലീങ്ങളെ നിയോഗിച്ചു, നമുക്ക് നന്മ തിന്മകൾ പറഞ്ഞു തന്നു,
അത് തെരഞ്ഞെടുക്കാനുള്ള അവസരവും ഈ ദുനിയാവിൽ ഉണ്ടായി തീർന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെതിരെ ഒരു തെളിവും നമുക്ക് അവശേഷിക്കുന്നില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്താണ്, ഏത് തിന്മ ചെയ്യുന്ന ആൾക്കാർക്കും എന്തുണ്ട്, അള്ളാഹുവിനെതിരെ തെളിവ് പറയാൻ പറ്റുമായിരുന്നു. കാരണം നീ എന്ത് ചെയ്താണ്, നീ വിധിച്ചതാണ്, നീയാണത് പ്രവർത്തിച്ചത് എന്നുള്ളത്. അപ്പോ ഈ ഖദർ കൊണ്ട് തെളിവ് പിടിക്കുന്ന വാദികൾക്ക് ഒരുപാട് മറുപടികൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ശിഫാഉൽ ആലിയിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖദർ കൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാൻ പറ്റുന്ന ഏത് സന്ദർഭമാണുള്ളത്? പ്രാപഞ്ചികമായ വിധികളുടെ കാര്യത്തിൽ അല്ലേ? പ്രാപഞ്ചികമായ വിധികളുടെ കാര്യത്തിൽ, മസായിബുകളുടെ കാര്യത്തിൽ. ഉദാഹരണമായിട്ട് നമുക്ക് ദാരിദ്ര്യമായി, അതല്ല കണക്കാക്കിയതാണ്. നമുക്ക് കുട്ടിയുണ്ടായില്ല, അതല്ല കണക്കാക്കിയാണ്. നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. നമുക്ക് എന്താ പറയാ, എന്ത് ഈ തരത്തിലുള്ള പ്രാപഞ്ചികമായിട്ടുള്ള എന്ത് മസായിബുകൾ വന്നാൽ, രോഗം വന്നാൽ, അതെല്ലാം അള്ളാഹു കണക്കാക്കിയതാണ് അല്ലേ? അതുകൊണ്ടാണ് ഖദർ കൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റുന്നത് മസായിബുകളുടെ കാര്യത്തിലാണ്, ഏതിന്റെ കാര്യത്തിലല്ല, മആയിബുകളുടെ കാര്യത്തിലല്ല, ന്യൂനതയുടെ കാര്യത്തിലോ തിന്മയുടെ കാര്യത്തിലോ അല്ല. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് നടന്നിട്ടുള്ള ഒരു ഹിവാറിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടതാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്താണ്, താങ്കൾ കാരണമായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, നമ്മൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അത് അല്ലാഹു നമുക്ക് കണക്കാക്കിയതാണെന്നാണ് പറയുന്നത്, ഖദറാക്കിയതാണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹ്തജ്ജ ആദമു അലാ മൂസ, മൂസക്ക് എതിരെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്, ന്യായീകരണം ഉദ്ധരിച്ചിട്ടുണ്ട്, തെളിവ് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത തിന്മയെ ഖദർ കൊണ്ട് തെളിവാക്കല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് എന്താണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്ന മുസീബത്തിനാണ് എന്ത് ചെയ്തത്, ഖദർ കൊണ്ട് തെളിവാക്കിയിട്ടുള്ളത്. ശരി, അടുത്തത് ഇവിടെ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അൻത ഇൻദ ത്വാഅതി ഖദരിയുൻ വഇൻദൽ മഅസിയതി ജബരി. ഖദർ കൊണ്ട് തെളിവ് പിടിക്കുന്ന സൂഫികൾ, അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് പറയാനുണ്ട്. സൂഫികൾ തിന്മകൾ ചെയ്താൽ പറയും അല്ലാഹ് ഞങ്ങൾ ഖദറാക്കിയതാണെന്ന്. അവരോട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞാണത്, നിങ്ങൾ നന്മകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, ഖദരികളാണ്. സ്വന്തം എന്താണ്, അള്ളാഹു ഒരു സഹായവും ചെയ്തിട്ടില്ല, ഞങ്ങൾ എന്താ പറയുക, മുസ്തഖിലായിട്ട് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്ത നന്മകൾ ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്താണെന്ന് വാദിക്കുന്നവരാണ് ഖദരികൾ. അള്ളാഹുവിന്റെ സഹായമില്ല എന്നുള്ളത്. അപ്പോൾ നന്മകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഖദരികളാണ്, തിന്മകൾ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ ജബരികളാണ്. കാരണം നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ചെയ്തില്ല, നന്മ ചെയ്തിട്ടില്ലേ. ഒരാൾ ജോലി ചെയ്യണം, വൈകുന്നേരം വരെ ജോലി ചെയ്യണം, എന്നിട്ട് കൂലി കൊടുത്തിട്ടില്ലെങ്കിലോ, അത് ഏത് പക്കാ സൂഫിയാണെങ്കിലും പറയും ഞാൻ ചെയ്ത എന്താ പറയുക ജോലിക്ക് കൂലി വേണമെന്നും പറയും, കാരണം ഞാനാണത് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാലോ തിന്മ ചെയ്യുന്ന സമയത്ത് ജബരിയായി തീരും, അത് ഞാൻ ചെയ്തല്ല അള്ളാഹ് ചെയ്താണെന്ന് പറയും. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ ഫവായിദ് എന്ന ഗ്രന്ഥത്തിലൊക്കെ പലയിടത്തും നമ്മൾ ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുളിപ്പിക്കുന്ന ആളുടെ മുമ്പിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം നമ്മൾ ജബരി ആയിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്, അള്ളാഹു പറഞ്ഞതുപോലെ നടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ? അള്ളാഹു ഇന്ന ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രവർത്തിക്കണം, നമ്മൾ അത് തെരഞ്ഞെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ അങ്ങനെ സംഭവിക്കുമെന്നല്ല ഇബ്നുൽ ഖയ്യിം ഉദ്ദേശിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം അല്ലേ? അള്ളാഹു നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ എന്താണ് ആ വഴിയെ നടക്കേണ്ടതാണ്.
ശരി, അടുത്തത് ഖൽഖാണ്. തഖ്ദീറിന്റെ മറാത്തിബുകൾ അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, അവസാനത്തെ മർത്തബ എന്ന് പറയുന്നത് ഖൽഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു എല്ലാറ്റിനെയും എന്താണ്, സൃഷ്ടിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ എന്താണ്, ആദിയിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ, അത് ശേഷം അവൻ എന്ത് ചെയ്തത്, രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവനത് സൃഷ്ടിക്കുന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എല്ലാറ്റിനും സൃഷ്ടിച്ച അള്ളാഹു ആണെന്നുള്ളതിന് ഒരു കാര്യം ഒന്നിനും തെളിവ് വേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങൾക്ക് അതിന് തെളിവ് ആവശ്യമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇമാം ബുഖാരി ഖൽഖു അഫ്ആൽ ഇബാദിൽ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യസ്നഉ കുല്ല ഷൈഇൻ കുല്ല സാനിഇൻ വസനഅതഹു. അല്ലാഹു ആണ് എല്ലാ സൃഷ്ടിക്കുന്ന കാര്യത്തെയും സൃഷ്ടിച്ചത്, അവന്റെ സൃഷ്ടിയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്ന ആളെയും അവന്റെ പ്രവൃത്തിയെയും സൃഷ്ടിച്ച ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനിയും ധാരാളം ഹദീസുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിംകൾക്കിടയിൽ, ഇസ്ലാമിലെ വ്യത്യസ്തങ്ങളായ കക്ഷികൾക്കിടയിൽ ശക്തമായൊരു അഭിപ്രായ വ്യത്യാസം നേരിട്ടൊരു വിഷയമാണത് ഖൽഖു അഫ്ആൽ ഇബാദ്. മനുഷ്യരുടെ അതുപോലെ സൃഷ്ടികളുടെ പ്രവൃത്തികൾ ആരാണ് സൃഷ്ടിക്കുന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന എന്താണ്, അല്ലാഹു ആണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഖദരികൾ വിശ്വസിക്കുന്ന എന്താണ്, അല്ലാഹു പ്രവർത്തിക്കുന്നത് അവന്റെ പ്രവൃത്തികൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. മനുഷ്യരായ നമ്മളുടെ പ്രവൃത്തികൾ സൃഷ്ടിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് ഖദരികളുടെ വാദം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പൂർണ്ണമായി എന്താ പറയുക, സ്വാതന്ത്ര്യത്തിലാണുള്ളത്. അവർ ഇഷ്ടമുള്ള തരത്തിൽ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരുടെ പ്രവൃത്തികൾ അവർ തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് അവരുടെ വാദം. ഈ വാദത്തിന് ഏറ്റവും വലിയ മറുപടി എന്താണ്? അള്ളാഹുവിന്റെ ഖദർ തന്നെയാണ് ഏറ്റവും വലിയ മറുപടി. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ അതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഉദാഹരണമായിട്ട്, എനിക്കൊരു കുട്ടിയെ വേണം, ഞാൻ വിവാഹം കഴിച്ചു, അതിനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തു, പക്ഷെ കുട്ടി ഉണ്ടാകുന്നില്ല. പല ആളുകൾക്കും കുട്ടി ഉണ്ടായിട്ടില്ല. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, അതിനുള്ള മാർഗങ്ങൾ രാവും പകലും അധ്വാനിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പണക്കാരനായി തീർന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പണക്കാരായി തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ എന്താണ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയല്ല സൃഷ്ടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ഖദറിനനുസരിച്ചല്ല സംഭവിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം അനുസരിച്ച് എന്തേ നടക്കേണ്ട അവിടെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന അനുസരിച്ചാണ് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിനുള്ള മറുപടി. അവരെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വാദം പറയാനുള്ള കാരണം? അവർ പറയാനുള്ള കാരണം മനുഷ്യന്മാരുടെ കസ്ബിന്റെയും ഇഖ്തിയാറിന്റെയും ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഖൽഖു അഫ്ആൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്. ആ ഗ്രന്ഥം എഴുതാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഷെയ്ഖായിട്ടുള്ള മുഹമ്മദ് ഇബ്നു യഹ്യ അസ്സുഹ്ലി എന്ന് പറയുന്ന ഷെയ്ഖിന്റെ നാട്ടിലേക്ക് എന്ത് ചെയ്തതാണ്, അവരുടെ ആവശ്യപ്രകാരം ആ നാട്ടിലേക്ക് പോയതാണ്. അങ്ങനെ ആ നാട്ടിലുള്ള അമീറന്മാരും പണ്ഡിതന്മാരും പൗരപ്രമുഖന്മാരെല്ലാവരും മുൻപൊരിക്കലും ഒരു രാജാവിനെയോ ഒരാളെയും സ്വീകരിക്കാത്ത അത്രയും പ്രൗഢിയിലാണ് എന്ത് ചെയ്തത്, നിസാപൂറിലെ ആളുകൾ ഇമാം ബുഖാരി സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നൈസാപൂറിലെ ഏറ്റവും വലിയ
ആ നിസാപൂറിലെ ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ യഹ്യ സുഹ്ലിയാണ് അല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇനി എന്ത് ചെയ്യാം, ഇമാം ബുഖാരിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാമെന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഇമാം ബുഖാരിയോട് ചോദ്യം ചോദിക്കപ്പെടുകയാണ്, മാ തഖൂലു ഫീ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്. ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഖുർആൻ കൊണ്ട് ഞാൻ മൊഴിയുന്നത് അത് സൃഷ്ടിയാണ് എന്ന വാചകത്തിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കപ്പെടുകയാണ്. ഇമാം ബുഖാരി അവിടെ മറുപടി പറഞ്ഞ എന്താണ്? 3 വട്ടം ചോദിക്കപ്പെട്ടു. ഇമാം ബുഖാരി മറുപടി പറഞ്ഞില്ല, മോൻ തിരിച്ചു പറഞ്ഞു. കാരണം അത് എന്താ പറയാ, വളരെയധികം എന്താ പറയാ, അതില് സൂക്ഷ്മതയോടുകൂടി മറുപടി പറയേണ്ടതാണ്. കാരണം വലിയൊരു ഫിത്ന കഴിഞ്ഞതാണ്. ഇമാം ബുഖാരി അവിടെ പറഞ്ഞത് എന്താണ്? അവസാനം എന്താണ്, നിവൃത്തികേടുകൊണ്ട്. കാരണം അവര് എന്താണ് 3 വട്ടം ചോദിക്കപ്പെട്ടു. അവസാനം ഇമാം ബുഖാരി പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ് വ അൽഫാദുന മഖ്ലൂഖ. അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സിഫത്താണ്. എന്നാൽ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ എന്താ പറയാ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയാ സൃഷ്ടിയാണ്. അപ്പോ അതിനനുസരത്തിൽ വലിയൊരു ഫിത്ന അവിടെ ഉണ്ടായി. കാരണം ഇമാം ബുഖാരി ജഹ്മികളുടെ വാദം പറഞ്ഞു, നമ്മുടെ വായിലൂടെ നമ്മൾ പാരായണം ചെയ്യുന്ന കാര്യം അത് ഖുർആനല്ല എന്നും പറയുന്ന വാദമാണ് ബുഖാരി പറഞ്ഞതെന്ന് ആക്ഷേപത്തോടുകൂടി വലിയൊരു ഫിത്ന അവിടെ ഉണ്ടായി. ബുഖാരി നിസാപൂറിൽ പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖൽഖു അഫ്ആലിൽ ഇബാദ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കലാം. അതെല്ലാം എന്താ പറയുക, അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്, സൃഷ്ടിയല്ല എന്നും. എന്നാൽ മനുഷ്യന്മാരുടെ ശബ്ദമാണെങ്കിലും നമ്മുടെ നാവാണെങ്കിലും, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കുന്ന നാവും നമ്മുടെ ശബ്ദവും അതെല്ലാം സൃഷ്ടിയാണെന്നും, അതുപോലെ തന്നെ ഖുർആൻ രേഖപ്പെടുത്തപ്പെടുന്ന ഏടുകൾ, അതുപോലെ തന്നെ മഷി, അതെല്ലാം സൃഷ്ടിയാണ്. ഈ തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അത് സമർത്ഥിക്കുന്നത്. മാത്രമല്ല ആ ഗ്രന്ഥത്തിൽ ഖദരികൾക്ക് മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ അവർ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള വാദത്തിന് ശക്തമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ജബറികളുടെ വാദം എന്താണ്? ജഹ്മികളുടെയും അശാരികളുടെയും ഒക്കെ വാദം, മനുഷ്യന്മാര് പ്രവർത്തിക്കുന്നുണ്ട്, ആ പ്രവർത്തികൾ എന്ന് പറയുന്നത് ആ പ്രവർത്തികൾക്ക് എന്തില്ല, ആ അസ്ബാബുകൾക്ക് തഅസീറില്ല. ഉദാഹരണമായിട്ട് ഞാനൊരു വാഹനം ഓടിക്കുകയാണ്. ഞാൻ ഈ വാഹനം ഓടിച്ചാലും ഓടിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, അള്ളാഹ് ഉദ്ദേശിച്ച പോലെ നടക്കുന്നത്. അൽ ഹിക്മത്തു വത്തഅലീൽ ഫി അഫ്ആലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധികളിലുള്ള ഉദ്ദേശങ്ങളും കാരണങ്ങളും, അള്ളാഹുവിന്റെ അതുകൊണ്ടുള്ള യുക്തികൾ എന്തൊക്കെയാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ള വിഷയമാണത് ഇസ്ലാമിലെ വ്യത്യസ്തങ്ങളായ കക്ഷികൾക്കിടയിൽ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ എല്ലാ പ്രവൃത്തികൾക്കും ഹിക്മത്തുകളുണ്ട് അല്ലേ, എല്ലാത്തിനും ലക്ഷ്യങ്ങളുണ്ട്, യുക്തികളുണ്ട്, മസാലിഹകളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. അത് എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. നമ്മളിപ്പം മഴ പെയ്തു അല്ലേ, ഈ മഴ ഒരുപാട് ആളുകൾക്ക് എന്തായിരിക്കും, അവരുടെ ദുആകൾക്കുള്ള ഉത്തരമായിരിക്കും. ഒരുപാട് പേർക്കുള്ള അള്ളാഹുവിന്റെ എന്തായിരിക്കും, റിസ്ഖായിരിക്കും. ഒരുപാട് എന്തായിരിക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹമായിരിക്കും ഇത്. എന്നാൽ ചില ആളുകൾക്ക് ഇതെന്താണ്, ശിക്ഷയായിരിക്കും അല്ലേ. അവരുടെ കൃഷികൾ നശിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, പല തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകും. ചില ആളുകൾക്ക് ഈ മഴ എന്തായിരിക്കും, ഒരു പരീക്ഷണമായിരിക്കും. അയാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ തഖ്ദീറിന്റെ കാര്യത്തിൽ, അള്ളാഹു ഈ മഴ ആ ഒരു സമയത്ത് അവന് ഇപ്പോൾ ഏതെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മഴ വർഷിപ്പിച്ചു.
എങ്ങനെയായിരിക്കും അവന്റെ എന്താ പറയാ ആ അള്ളാഹുവിന്റെ ഖദാഇനോടുള്ള സമീപനം എന്നുള്ളത് പരീക്ഷണമായിരിക്കും. ഈ തരത്തിൽ അള്ളാഹുവിന്റെ ഓരോ പ്രവൃത്തികൾ എന്തായിരിക്കും എണ്ണമറ്റ യുക്തികളോടുകൂടി ലക്ഷ്യങ്ങളോടുകൂടി ഒരുപാട് കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ടാകും. ആ കാരണങ്ങള് യഊദു ഇലാ നഫ്സിഹി ഔ യഊദു ഇലാ ഖൽഖിഹി, ഒന്നുകിൽ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ സൃഷ്ടികളിലേക്ക് മടങ്ങുന്നതായിരിക്കും. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന എന്താണ്? അള്ളാഹുവിന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതാണ് എന്ത് തിന്മകൾ സൃഷ്ടിക്കുന്നത്. അതിൽ ഒരു ലക്ഷ്യമാണെന്ത്? ലല്ലാഹു അശദ്ദു ഫർഹൻ മിൻ തൗബത്തി അഹദിക്കും, നിങ്ങൾ ഒരാൾ തൗബ ചെയ്യുന്നതിൽ അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്നതാണ് എന്തിനേക്കാളും ഒരാളുടെ വാഹനം മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെടുകയും അയാളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അയാൾക്ക് മുമ്പിലേക്ക് അത് എത്തിപ്പെടുകയാണ്. ആ അങ്ങനെ അയാൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ തൗബ ചെയ്യുന്നത് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ അള്ളാഹുവെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അള്ളാഹു നിഅമകൾ ചൊരിഞ്ഞു കൊടുക്കുന്നതിൽ ജനങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യാനും അള്ളാഹുവെ സ്തുതിക്കാനും വാഴ്ത്താനും വേണ്ടിയിട്ടായിരിക്കും. അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? സൃഷ്ടികൾക്കുള്ള ഒരുപാട് എന്താ പറയുക അനുഗ്രഹമായിട്ട്, അതല്ലെങ്കിൽ ശിക്ഷയായിട്ട്, പരീക്ഷണമായിട്ട്, ഈ തരത്തിൽ ഒരുപാട് യുക്തികൾ എന്തുണ്ടാകും? അള്ളാഹുവിന്റെ പ്രവൃത്തികൾക്കുണ്ടാകും. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ച നിലപാട് അള്ളാഹുവിന്റെ പ്രവൃത്തികൾക്ക് എല്ലാറ്റിനും ഹിക്മത്തുൻ ബാലിഗ, അള്ളാഹ് തന്നെ പറഞ്ഞാണ്, അതിന് എന്താ പറയാ ശക്തമായ യുക്തികൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണെന്ത്? അൽ ഹക്കീം അല്ലേ? ഓരോ കാര്യങ്ങളും അതിന്റെ അർഹമായ സ്ഥാനത്ത് ലക്ഷ്യം വെക്കുന്ന ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾക്ക് വേണ്ടി, മസാലിഹകൾക്ക് വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന്, വെറുതെ സൃഷ്ടിക്കുന്നതിൽ നിന്ന്, വെറുതെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അള്ളാഹു അങ്ങേയറ്റം അത്യുന്നതനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അള്ളാഹു ഒന്നും വെറുതെ സൃഷ്ടിക്കുന്നില്ല, ഒന്നും വെറുതെ പ്രവർത്തിക്കുന്നില്ല. നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ അശാരികൾ വാദിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തികൾ ഒന്നിനും ലക്ഷ്യങ്ങളില്ല, അള്ളാഹ് എല്ലാം എന്ത് ചെയ്യാണ്? വെറുതെ പ്രവർത്തിക്കുകയാണെന്നാണ് വാദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഇത് ജൂത ക്രിസ്ത്യാനികളുടെ കാണും വലിയ കുഫ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.